ഞാൻ പറഞ്ഞില്ലേ, ഈ കേട്ടുകേൾവിയുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം ഉണ്ടല്ലോ. ഒന്നാം പേജിൽ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചെന്ന്. സോണിയാഗാന്ധി ആശുപത്രി കിടക്കുമ്പോഴാണത്. ജോസ് കെ മാണി പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞില്ലേ. കേട്ടുകേൾവിയുടെ പിന്നാലെ പോയിട്ട് ഇനി ഞാൻ കുഴി ചാടേണ്ട കാര്യമില്ലല്ലോ. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളായതുകൊണ്ടുകൂടി അറിയുന്ന ആളോട് ചോദിക്കാം. സാധാരണഗതിയിൽ ബീഹാറിലും മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കാണിച്ചു വരുന്ന കീഴ്വഴക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ഇതിനെ വിലയിരുത്തിയാൽ അതിനെ തെറ്റു പറയാൻ കഴിയും. ഈ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, കണക്ട് ടു വർക്ക് ആവട്ടെ, ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ പദ്ധതി പ്രഖ്യാപിക്കേണ്ട എന്നല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2-3 മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കുന്നത് BJP ചെയ്യുന്നതിൻ്റെ തനിയാവർത്തനമല്ലേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമല്ലേ? കുറച്ച് വിഷമമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഈ ചോദ്യം കേരളത്തിലെ മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വാഗ്ദാനം പാലിക്കുന്നത് കുറ്റം അല്ല, വാഗ്ദാനം പാലിക്കുന്നത് കുറ്റം, വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ അത് കുറ്റം. പക്ഷേ ആ കുറ്റം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞത്. ഇടതുപക്ഷം വീണ്ടും വന്നാലുള്ളൊരു പ്രശ്നം ഇതാണ് ഈ പറഞ്ഞ ഈ ചോദ്യമാണ് പ്രശ്നം. ഞാൻ പറയാം, നോക്കൂ ഇടതുപക്ഷം വീണ്ടും വന്നാലുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാണ്. ഇവർ ഈ പറയുന്ന വാഗ്ദാനമൊക്കെ ഇങ്ങ് പാലിച്ചു കളയും. അതാണ് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം. ഞങ്ങൾ വാഗ്ദാനം കൊടുക്കുകയല്ല, കൊടുത്ത വാഗ്ദാനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവാം, ചോദ്യം ആവാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സ്വാഗതം പ്രത്യേകം. കാരണം ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തരം ചോദ്യങ്ങൾ. അതിനേക്കാൾ ലൗഡറാണ് ഇത്തരം ചോദ്യങ്ങൾ. ആണോ? അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ചോദ്യം. അതിപ്പോൾ പറഞ്ഞുതരാം. ഈ 4.25 കൊല്ലം കേരളത്തെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുകയും 1 ലക്ഷം കോടിയിലധികം രൂപ വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടും സർക്കാർ വാഗ്ദാനം പാലിച്ചു എന്നതാണ് ഇതിലെ വാർത്ത. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഒടുവിൽ, നിങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല, ഏറ്റവും ഒടുവിൽ നെല്ലിന് പ്രോത്സാഹന ബോണസ് കൊടുക്കരുതെന്നാണ് കേന്ദ്രം പറയുന്നത്. നിങ്ങൾ ആർക്കെതിരെ വാർത്ത കൊടുക്കും? സംസ്ഥാന സർക്കാരിനെതിരെ വാർത്ത കൊടുക്കും. ആശയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും കേന്ദ്ര സർക്കാർ ചില്ലിക്കാശ് കൂട്ടാത്തത് അന്യായമായി പോയി എന്ന് ആരെങ്കിലും എഡിറ്റോറിയൽ എഴുതിയോ? ആശാമാർക്ക് എഴുതിയോ? ഞങ്ങളല്ലേ, കേരളത്തിലെ ഗവൺമെൻറ്റല്ലേ 2000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ 5 കൊല്ലം ഒരു ഗവൺമെൻറ്റിനെ വരിഞ്ഞു മുറുക്കിയിട്ട് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് പോലും സഹായം കൊടുക്കാതിരുന്നിട്ട് എന്നിട്ടും ഞങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിക്കുന്നു. അപ്പോൾ അത് എത്രത്തോളം UDFനെയും UDFൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരെയും അസ്വസ്ഥരാക്കും എന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകടന പത്രികയിൽ പറഞ്ഞപ്പോൾ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നടപ്പായില്ലേ? അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കുന്നൊരു ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ സാധാരണ രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നുണ്ട്, സാധ്യതകളുടെ കലയാണ്. അല്ല, അസാധ്യമാക്കുന്നതിനെ സാധ്യമാക്കുന്നതിൻ്റെ കലയാണ്. എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത് കോർപ്പറേഷൻ മേയറോടല്ലേ ചോദിക്കേണ്ടത്? ഞങ്ങളുടെ മേയർ ആയിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താകുമായിരുന്നു? ശരി.